ഇപ്പം എൻ്റെ കൂടെ ഒരു പുതിയൊരു അതിഥിയുണ്ട്, അഭിരാമി. അപ്പം അഭിരാമിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം അഭിരാമി. ഹായ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കുമാരപുരത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അഭിരാമി ഇങ്ങനെ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ്. അപ്പം അഭിരാമി എന്താണ് ചെയ്യുന്നത് ബേസിക്കലി ഞാൻ റൈറ്റിംഗ് കുറേ ചെയ്യും. പിന്നെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തായിരുന്നു. അതായത് 2024 ജാനുവരിയിൽ എൻ്റെ സ്കൂളിലെ ആനുവൽ ഡേക്ക് SMS പബ്ലിക്കേഷൻസ് സെൻറ്റ് മേരീസ് HSS പട്ടത്തിൻ്റെ ഒരു പബ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ സ്കൂളിൽ കയറിയപ്പം ഒരു കവിതാ മത്സരത്തിൽ കയറി ഒരു കവിത എഴുതി, അതിന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ പ്രിൻസിപ്പൾ, ഇപ്പോഴും പഠിപ്പിക്കുന്ന പ്രിൻസിപ്പളാണ് നെൽസൺ വലിയ വീട്ടിൽ അച്ഛൻ സാറ്. ഇനിയും കവിതകൾ എഴുതിയിട്ടുണ്ടോ എന്ന് അമ്മയടുത്ത് ചോദിച്ച് ബാക്കിയുള്ള കവിതകളൊക്കെ കൊടുത്ത് 27 പോയംസിൻ്റെ ഒരു മലയാളം അഞ്ചിതമാമി വർഷം എന്നൊരു ചെറിയൊരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തു. പിന്നെ അടുത്തത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കവിത എഴുതാനായിട്ടുള്ള ഈ ഒരു മോട്ടിവേഷൻ അതെങ്ങനെയാണ് കിട്ടിയത്? അത് അമ്മയുടെ അടുത്ത് നിന്ന് തന്നെയാണ് കിട്ടിയത്. അമ്മ കുറേ എഴുതി പിന്നെ പറത്ത് വിട്ടിട്ടുണ്ട് കുറേ. അമ്മയുടെ കുറച്ച് കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അമ്മയുടെ അടുത്ത് നിന്നാണ് ആ കലാവാസനയും വന്നിട്ടുള്ളത്. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ട്സ് ഒക്കെ ഇത് വായിച്ചിട്ട് എന്തൊക്കെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രണ്ട്സ് പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇനിയും എഴുതണം. എല്ലാവരും സപ്പോർട്ടാണ്, ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിൽ. എനിക്ക് അമ്മയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനൊക്കെ എൻ്റെ അച്ഛനും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ. ഓക്കെ. മോൾക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോൾ 13 വയസ്സായി. ഓക്കെ. അപ്പം ഇത് എഴുതി കഴിഞ്ഞ് ടീച്ചേഴ്സ് പിന്നെയും നമ്മളിന്ന് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു വർക്ക് ചെയ്തത് സക്സസ്ഫുൾ ആയാൽ പിന്നെയും ടീച്ചേഴ്സ് നമ്മുടെ സൈഡിൽ നിന്ന് കുറേ പ്രതീക്ഷിക്കും. അപ്പം ടീച്ചേഴ്സ് എങ്ങനെയാണ് മോളുടെ കാര്യത്തിൽ? ഭയങ്കര സപ്പോർട്ടീവ് ആണോ? പിന്നെ മോളുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും സജഷൻസ് പറയാറുണ്ടോ? ഇന്ന ഒരു ജോണറിൽ കവിതകൾ എഴുതണം അങ്ങനെ പറഞ്ഞിട്ട്? സജഷൻസ് ഓരോ ടോപ്പിക് പോലെ തന്ന് തനിയെ ചെയ്യിപ്പിക്കാറുണ്ട്. ഇത്ര ടൈമിൽ ചെയ്യിപ്പിക്കാം, അങ്ങനെ പ്രാക്ടീസ് ആയിട്ട് തരാറുണ്ട്. പിന്നെ ഫാദർ നെൽസൺ അച്ഛൻ കുറേ പ്രാക്ടീസ് ആയിട്ട് ടീച്ചർമാരുടെ അടുത്തൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ 6th പഠിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ മിനിമോൾ ടീച്ചർ ഇപ്പോൾ വേറെ സ്കൂളിലാണ്, മാവേലിക്കര സ്കൂളിലാണ്. അപ്പോൾ ആ ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ബിന്ദുശ്രീ ടീച്ചർ ഈ പ്രസ്സിലൊക്കെ പോകുമ്പം സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്തു. 7th ബിജുബോസ് സാറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പോൾ ആ സാറും 7th ആയാലും എനിക്ക് വീണ്ടും എക്സ്പോഷർ തരുമായിരുന്നു. ഓരോ കോമ്പറ്റീഷൻസിനെല്ലാം അറിയിക്കുകയും അതിന് നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോൾ സുജല ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. ആ ടീച്ചറും നല്ല സപ്പോർട്ടാണ്. അപ്പം ഒരു കൂട്ടം ടീച്ചേഴ്സിനെയാണ് കിട്ടിയിരിക്കുന്നത് മോൾക്ക്. ആളുടെ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് ആൾക്ക് കൂടുതൽ എക്സ്പോഷർ കൊടുക്കാനായിട്ട്. ബുക്ക് പബ്ലിഷ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ? അപ്പം അതിൽ ഏതെങ്കിലും ഒരു പോയത്തിലെ 2 വരി നമുക്കായിട്ട് പാടാം. അതായത് ഈ ബുക്കിന്റെ പേര് അഞ്ചിതമാമി വർഷം എന്നാണ്. സെയിം പേരുള്ള ഒരു കവിത അതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, അത് തന്നെ. അത് കുറച്ച് പാടാം, 4 വരി പാടാം. മഴത്തുള്ളികൾ തുളുമ്പും നേരം മാനത്തോന്നൊരോലി കേൾക്കും നേരം മഴത്തുള്ളികൾ തുളുമ്പും നേരം മാനത്തോന്നൊരോലി കേൾക്കും നേരം മഴ തോർന്നങ്ങനേഴുമാ മഴവെല്ല് നീലാകാശത്തങ്ങനെ വർണ്ണം വിരിച്ച 7 നിറങ്ങൾ മധുരമാമീണത്തിൽ വീണ്ടും ഇതാ മഴ പൂമഴ തേൻമഴ. അടിപൊളി, നല്ല രസമുണ്ട്. അപ്പം ഈ ബുക്കില് എഴുതിയ ഏതെങ്കിലും ഒരു പോയമാണോ ആദ്യമായിട്ട് എഴുതിയ പോയം ലൈഫില്? ലൈഫിൽ ആദ്യമായിട്ട് എഴുതിയത് ഒരു കാടിനെ പറ്റിയാണ് എഴുതിയത്. അതായത് കൊറോണ ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ എഴുതാനായിട്ട്. അമ്മയാണ് കണ്ടുപിടിച്ചത്. അതായത് ഒരു സ്കൂളിലൊരു വർക്ക് വന്നു, ഇങ്ങനെ എന്തെങ്കിലും കവിതയോ കഥയോ സംതിങ് എഴുതാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുത്ത്. അപ്പം നാട്ടിൽ എന്ന് പറയുമ്പം ആലപ്പുഴയാണ്. എൻ്റെ അച്ഛൻ്റെ ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ അവിടെ ഞങ്ങളുടെ വീട്ടിൽ കുറേ കാടാണ്, മുറ്റത്തൊക്കെ കുറേ വിശാലമായ കാടുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഇരുന്ന് കാടിനെ പറ്റി ബട്ടർഫ്ലൈസിനെയൊക്കെ നോക്കി അങ്ങനെ എഴുതി. അങ്ങനെ ഒരു എൻ്റെ കാടെന്ന് പറഞ്ഞിട്ട് അതും ഈ ബുക്കിലുണ്ട്. ഇനി ചോദിക്കാനുള്ളത് ഇങ്ങനെ എന്താ പറയുക,
ഹയർ ലെവലിലേക്ക് മത്സരിച്ചിട്ടുണ്ടോ? അതായത് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ലെവൽ എന്നിങ്ങനെ കവിത, പാരായണം, ലൈറ്റ് മ്യൂസിക് എന്നീ കാറ്റഗറിയിൽ? ലൈറ്റ് മ്യൂസിക്, ബാലജന സഖ്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ട്, അതിനും പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാലജൻ സഖ്യത്തിൻ്റെ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ലൈറ്റ് മ്യൂസിക്കിന്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പം എത്രാമത്തെ വയസ്സ് തൊട്ടാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? 4 വയസ്സ് തൊട്ട്. അതായത് അമ്മ ചുമ്മാ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ എന്തോ പാടി, ലാസ്റ്റ് അമ്മ എന്നെ കണ്ടുപിടിച്ച് ഒരു രാധാകൃഷ്ണൻ സാറ്, നൂർനാട് രാധാകൃഷ്ണൻ സാറായിരുന്നു എൻ്റെ ഫസ്റ്റ് ടീച്ചർ. ഇപ്പം ജനനി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലായി. അപ്പം ഇനിയും എന്താ പറയാ, നമ്മൾ മിക്കവരും ഈ സ്കൂൾ തലത്തിലൊക്കെ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നവർ വലുതാകുമ്പോൾ അവർക്ക് സിനിമയിലൊക്കെ അവസരം കിട്ടാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, പ്ലേ ബാക്ക് സിംഗർ ആവാനും. അപ്പം മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എനിക്ക് പ്രൊഫഷനായിട്ട് എടുക്കാൻ ഡോക്ടറാണ് ആവേണ്ടത്, പക്ഷെ ഞാൻ സൈഡിൽ കൂടെ ചാൻസസ് വന്ന് ഞാൻ പോകും, പാഷനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ആരുടെ മൂവിയിൽ പാടാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ ഏതൊരു ഹീറോയിന് വോയിസ് കൊടുക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്? എനിക്ക് തമിഴിൽ തൃശയ്ക്ക് കൊടുക്കണമെന്നുണ്ട്. തൃശയ്ക്ക്, ഓക്കെ. മലയാളത്തില് കല്യാണി പ്രിയദർശൻ. ഇതുവരെ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എഴുത്തുണ്ടോ? അമ്മയെ പറ്റി എഴുതിയ കവിതയാണ്. അത് നമുക്കൊന്ന് കേട്ടാലോ? മാതാവിൻ മമതയാണിൻ ശക്തി, പൈതലിനായി കരുതൽ, കുടുംബം പോറ്റും നാഥയും, സ്നേഹത്തിൻ പൂർണ്ണത, കനിവിൻ കടലായ കാറ്റിലുലയാതെ എന്നെ കാക്കുമെന്നമ്മ, ദിവ്യമാം ധരണിയിൽ എനിക്കെന്നമ്മയാണു പുണ്യം. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു അല്ലേ? ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും പലരും എന്താ പറയുക, ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ നേരിടാറുണ്ട്. ഇത് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ക്രിറ്റിസിസം വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? അതായത് നമ്മൾ പാടുന്ന സമയത്ത് ഒരാൾ വന്ന് പറയാണ് നിൻ്റെ പാട്ട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിനക്കിതിന് കഴിവില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങനെ അതിനെ ഫേസ് ചെയ്യും? നമ്മളത് മൈൻഡാക്കാതെ ഓവർകം ചെയ്ത് അടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് പാട്ട് പാടുക, അത് മൈൻഡാക്കണ്ട. അവരുടെ അഭിപ്രായം പറയുന്നു, നമ്മളത് കേട്ടിട്ട് പോകാം, അത്രേ ഉള്ളൂ. അടുത്തൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ വെച്ചോ, ഡാൻസ് ആണോ മ്യൂസിക് ആണോ ഏറ്റവും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ മ്യൂസിക് ആണ് ഏറ്റവും ഇഷ്ടം, പക്ഷെ ഡാൻസും ഇഷ്ടമാണ്. ഓക്കെ. ഡാൻസ് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഡാൻസ് ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ജൂൺ 21 അല്ലേ? അതെ അതെ. 2024 ജൂൺ 21 ഞാനും എൻ്റെ അമ്മയും ഒന്നിച്ച് അരങ്ങേറ്റ ആറ്റുകാൽ അമ്പലത്തിൽ ഡാൻസിന്റെ ചെയ്ത് ഭരതനാട്യത്തിന്റെ. അപ്പം ഞാൻ കുച്ചിപ്പുടി പഠിക്കുക, അമ്മ എൻ്റെ കൂടെ മോഹിനിയാട്ടം പഠിക്കുന്നു. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടോ, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടോ? സ്പെഷ്യലായിട്ടെന്ന് പറയുമ്പം ഞാൻ ജാപ്പനീസ് പഠിക്കുന്നുണ്ട്. അപ്പം ജാപ്പനീസ് ഒരു ബിഗിനേഴ്സ് ലെവൽ ഞാൻ കഴിഞ്ഞു, ഇപ്പം അഡ്വാൻസ്ഡ് പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മ ഒരു AIWC എന്ന് പറയുന്ന ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു NGOയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർ നടത്തുന്ന ഒരു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, അതായത് ഓൾഡ് ഏജ് പീപ്പിളിനുള്ള അവർക്കൊക്കെ ഉള്ള ക്ലാസ്സസ് അമ്മ മോട്ടിവേഷൻ ക്ലാസ് അതൊക്കെ എടുക്കുമായിരുന്നു. കുട്ടികൾക്ക് ഈ വെക്കേഷൻ ടൈമിൽ സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ വെറൈറ്റി ആയിട്ട് അമ്മ ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, ജാപ്പനീസിന് ഞാൻ ക്ലാസ് എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു, സമ്മതിച്ചു. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എൻ്റെ ഫസ്റ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ജാപ്പനീസിൽ നന്നായിട്ട്, അത് ജാപ്പനീസിൽ 3 സ്ക്രിപ്റ്റാണുള്ളത്, ഹിരഗന, കഥക്ന, കാഞ്ചി എന്ന് പറഞ്ഞിട്ട്. അല്ല, ഹിരഗനയാണ് ഞാൻ പഠിപ്പിച്ചത്. ഹിരഗന അതിലെ ലെറ്റേഴ്സ് നമുക്ക് ABCD ഒക്കെ പോലെ പാട്ടുണ്ടല്ലോ, അത് ABCD യൂസ് ചെയ്യും. അതുപോലത്തെ ജാപ്പനീസിൽ ആ ലെറ്റേഴ്സ് പഠിക്കാൻ ഒരു പാട്ട് പോലെ ഉണ്ടാക്കി ഫ്രണ്ട്സ് എൻ്റെ ഏജിലുള്ളവരും ഉണ്ട്, എന്നെക്കാട്ടും ഇളവരുണ്ട്, അവരെയൊക്കെ പഠിപ്പിച്ചു. മനസ്സിലായി. എങ്ങനെയാണ് ജാപ്പനീസ് പഠിച്ചത്? ലൈക്ക് കോച്ച് ഉണ്ടായിരുന്നു അതോ? കോച്ചുണ്ട്. ചെന്നൈയിലെ SRM എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സാറാണ് എനിക്ക് ഓൺലൈനിലാണ് പഠിപ്പിക്കുക. ടീച്ചിങ്
എക്സ്പീരിയൻസിലേക്ക് വന്നപ്പോഴത്തേക്കും എങ്ങനെയാണ് സ്റ്റുഡൻസും ബാക്കിയുള്ളവർ അവർ ക്യൂരിയസ് ആയിരുന്നോ അതോ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? അവരോട് നമ്മൾ ഇന്ററാക്റ്റീവ് അല്ലാണ്ട് ചെയ്താൽ അവർക്കൊരു ഇൻട്രസ്റ്റ് വരത്തില്ല. അപ്പം ഞാൻ നല്ല ഇന്ററാക്റ്റീവായി ഗെയിംസ് പോലെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അവർക്ക് മനസ്സിലാവും. കാരണം എനിക്കും എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്ററാക്റ്റീവായിട്ട് ഗെയിംസ് ഒക്കെ പോലെ പറഞ്ഞു കൊടുക്കും. ഗെയിംസ് ഒക്കെ പോലെ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും എന്താ പറയാ ഇതിന്റെ അർത്ഥം, അതായത് അർത്ഥം നമ്മളോട് പറഞ്ഞു തന്നിട്ട് എന്തെങ്കിലും ജാപ്പനീസിൽ പറയാവോ? എന്തെങ്കിലും സോങ്സ് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതൊന്ന് ജാപ്പനീസില് ഷിനുനുഗ ഈവ എന്ന് പറഞ്ഞിട്ട് ഫുജി കേസിന്റെ ഒരു പാട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പാടാം. ഓക്കെ. 失って初めて気がそこなんでそんなダサいこともしたないのよ Goodbye And don't you ever say bye bye 私の最後はあなた声あなたとこのままおさらばするよか死ぬのがいいわ死ぬのがいいわ3度の飯よりあんだがええのよあんだとこのままおさらばするよか死ぬのがいいわ死ぬのがいいわ. Thank you. ഈ പാട്ടല്ലാണ്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നുണ്ടോ? ഇൻസ്ട്രുമെന്റ്സ് കീബോർഡും വയലിനും പഠിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ 13th ബർത്ത്ഡേക്ക് അമ്മയുടെ ഫ്രണ്ട്സായ ജിബി ആൻറ്റി, ആശ ആൻറ്റി, ആനി ആൻറ്റി, സൂസൻ ടീച്ചർ ഇവർ 4 പേരും കൂടെ സർപ്രൈസ് ആയിട്ട് എൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അവർ ഗിഫ്റ്റ് തരാറൊക്കെ. അപ്പം ഒരു മെലോഡിക്ക എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെന്റ് തന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ട് NSL പാട്ടില്ലേ അതിൻ്റെ ഒരു നല്ല പോപ്പുലർ ആയിട്ടൊരു ട്യൂണുണ്ട്, അത് ഞാൻ പഠിച്ചു. അതിൽ അതൊന്ന് വായിച്ച് കേൾക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇനി പാരന്റ്സിനെ കുറിച്ച് പറയാവോ? അമ്മയുടെ പേര് ധനുജ എന്നാണ്. അമ്മ ആക്ച്വലി കുറേ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ 7 monthsലാണ് ജനിച്ചത്, പ്രിമിച്ചർ ബേബി ആയിരുന്നു. അപ്പം അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്നത് റിസൈൻ ചെയ്ത് എനിക്ക് വേണ്ടി എന്നെ നോക്കിയോണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നല്ല വീക്കായിരുന്നു. 10 years വരെ എനിക്ക് കുറേ ഫുഡ് റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറേ ക്രിട്ടിസൈസേഷൻസ് അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഫുഡ് അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല എന്ന് കുറേ പേര് പറയുമല്ലോ. പക്ഷെ എൻ്റെ ഹെൽത്ത് നോക്കിയിട്ടാണ് അമ്മ അതൊക്കെ ചെയ്തത്. ഇപ്പം ഞാൻ ഇച്ചിരി ഹെൽത്തൊക്കെ നന്നായിട്ട് വന്നപ്പം ഇമ്മ്യൂണിറ്റി ഒക്കെ വെച്ചപ്പം അമ്മ LLB ചെയ്ത് അമ്മയ്ക്ക് MBA MAക്ക് ഫസ്റ്റ് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം LLB ചെയ്തിട്ട് കൊറോണ ടൈമിന് LLB ചെയ്തിട്ട് ഇപ്പം അഡ്വക്കേറ്റ് ആണ്. പിന്നെ ലീഗൽ റിസർച്ചൊക്കെ ചെയ്ത് വിയറ്റ്നാമിലൊക്കെ പേപ്പർ പ്രസൻറ്റേഷൻ ഇപ്പം കഴിഞ്ഞ ഇടയ്ക്കാണ് പോയത്. പിന്നെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ US-ലാണ്. US-ലെ കാർണിവൽ ക്രൂയിസ് ലൈൻ എന്ന് പറയുന്ന ഷിപ്പിലെ HR മാനേജറാണ്. അപ്പോൾ അച്ഛനും അമ്മയും ആണ് ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അല്ലേ? അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം. അമ്മയാണ് എൻ്റെ ഫസ്റ്റ് ഗുരു എല്ലാം. മനസ്സിലായി. അച്ഛൻ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട് അമ്മ തന്നെയാണ്. ഫ്രണ്ടായിട്ട് അനഘ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ. ഓക്കെ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ്? ഭയങ്കര സപ്പോർട്ടീവ് ആണോ? എല്ലാ ക്ലാസ്സിലും എവിടെ ക്ലാസ് മാറുമ്പോഴൊക്കെ സപ്പോർട്ടീവ് ആണ് എല്ലാവരും, ഫ്രണ്ട്സൊക്കെ സപ്പോർട്ടീവ് ആണ്. അപ്പം ഇങ്ങനെ അവരെന്തെങ്കിലും സജഷൻസും അല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും പെർഫോം ചെയ്ത് കാണിക്കാനൊക്കെ ആവശ്യപ്പെടാറുണ്ടോ? ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ പാട്ട് പാടാൻ പറയാറുണ്ട്. പിന്നെ എനിക്ക് ഗവൺമെൻറ് LPS വലിയദേശം എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു ഞാൻ pre-KG തൊട്ട് 4th വരെ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ ജയശ്രീ ടീച്ചറാണ്. പിന്നെ നജ്മ ടീച്ചർ, സുചിത്ര ടീച്ചർ, ഇന്ദു ടീച്ചർ, ഇവരെയൊക്കെ ഈ 3 പേരുടെ പേര് പറഞ്ഞില്ലേ, അവരുടെ 3 പേരുടെയും കവിത ഞാൻ എഴുതിയിട്ടുണ്ട് ആ ബുക്കിൽ. ഓ, അടിപൊളി. പിന്നെ ഒരു വർഷം മറിയംവില്ല കോൺവെന്റ് ICSE സ്കൂളിൽ പഠിച്ചു 5th. ഇനി മോൾക്ക് എന്തെങ്കിലും ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പാടിത്തരാമോ? നിസ 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 ധനി 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 പദ 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 ഗമ പദ നിരിസ നിസ 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 ധനി 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 പദ 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 ഗമ പദ നിരിസ പന്നിസ 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 ഗമ പദ നിദ പദ നിദ പദ നിസ ഗമ പദ നിദ പദ നിദ പദ നിസ ഗമ പദ നിദ പദ പമ ഗമ ഗരി സ നിദ നിസ ഗമ ഗ സ ഗമ പദ പദ നിസ ഗമ പദ നിദ പദ പമ ഗമ ഗരി സ നിദ നിസ ഗമ ഗ സ ഗമ പദ പദ നിസ 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 ധനി
ധനി ധനി ധനി ധനി ഗമ പദനി ദപമ ഗമ പദനി ദപം ഗമ പമ ഗമ ഗരി സരി സനി ധനി സ. ഭയങ്കര മനോഹരമായിട്ടാണ് പാടിയത്. ഭയങ്കര എന്താ പറയാ, ഒരുപാട് ബ്രെത്ത് വർക്ക് ഒക്കെ വേണ്ട ഒരു പാട്ടാണ് പാടിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി. അപ്പോൾ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് പ്ലാൻസ്? അപ്പം എനിക്ക് ഡോക്ടർ ആവണം. ഡോക്ടറായിട്ട് സൈഡായിട്ട് പാഷനായി മ്യൂസിക്, ഡാൻസിങ്, ചെറുതായിട്ട് പടം വരയ്ക്കത്തുള്ളൂ, വരയ്ക്കുന്നത്. പിന്നെ ബുക്ക് ഞാൻ അടുത്തത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വുമൺ എംപവർമെന്റിനെ പറ്റിയാണ്. മോൾക്ക് ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ഇത്ര എത്തി, അപ്പം അതിൽ ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? ആദ്യം ദൈവത്തിനോട് നന്ദി പറയണം. പിന്നെ അമ്മയോട് നന്നായിട്ട് താങ്ക് യു പറയാനുണ്ട്. അച്ഛനും നല്ല സപ്പോർട്ടാണ്, അച്ഛൻ്റെ അടുത്തും താങ്ക് യു പറയുന്നു. പിന്നെ പ്രത്യേകിച്ചുള്ളത് ബാബു അപ്പൂപ്പൻ മാമിയമ്മ, അതായത് അച്ഛൻ്റെ അമ്മാവനും അമ്മാവിയാണ്. അപ്പോൾ അവർ നല്ല സപ്പോർട്ടാണ്. അവരുടെ ഫാമിലിയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലിയിലെ എല്ലാവരും, ആച്ചി, താത്ത, അപ്പൂപ്പൻ, അച്ചമ്മ, ചിത്തി, എല്ലാവരും. അതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സും നല്ല മോട്ടിവേഷനാണ്. ടീച്ചേഴ്സിൻ്റെ അടുത്തും താങ്ക് യു പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആളുടെ ഒരുപാടധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിഞ്ഞു, ആളുടെ ഡ്രീംസിനെ പറ്റി അറിഞ്ഞു. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം ലിറ്റിൽ സ്റ്റാർസിൽ നിന്ന് നമ്മൾ 2 കൂട്ടുകാരെയാണ് പരിചയപ്പെട്ടത്. അവരുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പോൾ അവരെന്തായാലും അവരുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യട്ടെ. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളെ കാണുന്നത് വരേക്കും ഇറ്റ്സ് നേഹ സൈനിങ് ഓഫ്.